കാതിൽ പൂവിൻ്റെ നീലക്കല്ലിനും നാണം നീ ചൂടും നേരത്ത്. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയിൽ. അതായിരുന്നു കള്ളിപ്പൂങ്കുയിലായിട്ട് അവർ കൺവേർട്ട് ചെയ്തെടുത്തത്. തിരിയിട്ട് കൊളുത്തി 1000 വിളക്കുകൾ നേക്കുമ്പോൾ പെട്ടെന്ന് അമ്പലത്തെ ചിന്തിച്ചുകൊണ്ട് അത് തെറ്റായിട്ട് പാടിയിട്ടുണ്ടാവും. 1000 വിളക്കുകൾ എരിയും നമ്പരനടയിൽ. ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കലാണ് അതിന്റെ ഭംഗി. പിന്നിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ. വിണ്ണിലെ ഗന്ധർവ വീണയെ സംബന്ധിച്ചിടത്തോളം ഒരു സൂപ്പർ സ്റ്റാർത്തിന്റെ പടവ് കയറുന്നത് രാജാവിനോ കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലയുദിച്ചു. ആ പാട്ടിന്റെ പല്ലവിയില് നമ്മൾ അറിഞ്ഞെഴുതിയതല്ലെങ്കിലും നിമിത്തം പോലെ വാക്കുകൾ അവിടെ വന്നു എന്നുള്ള സന്തോഷം. പ്രിയന്റെ പടത്തില് തമ്പി സാർ എഴുതിയ പാട്ട് എന്റെ പേരിൽ വന്നിട്ടുണ്ട്. അതിന്റെ പേരില് തമ്പി സാറ് പ്രിയനുമായിട്ട് സംസാരമൊക്കെ ഉണ്ടായതാണ്. അത് എഴുതുന്ന സമയത്ത് ഒരു സ്ത്രീ വീക്ഷണത്തോടു കൂടി അല്ലെങ്കിൽ ഒരു സ്ത്രീപക്ഷ ചിന്ത എന്നുള്ള അർത്ഥത്തിലാണോ സാർ എഴുതിയത്? അത് ബോധപൂർവം തന്നെ എഴുതിയത്. കുറെ കൂടി സീരിയസ് വേണമായിരുന്നെങ്കിൽ ഞാൻ മാറി നിന്നിട്ട് കുറെ കൂടി നല്ല റൈറ്റർ കൊണ്ട് എഴുതിച്ചേനെ. ബേണി ഇഗ്നീഷ്യസിലെ ബേണി സാറ് കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട് ഉണ്ടായതിന്റെ പിന്നില് ഷിബുചേട്ടൻ്റെ വീട്ടിലിരിക്കുന്ന കേരള ഭാഷാ ഗാനങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ തന്നെ സാറ് പറഞ്ഞിട്ടുണ്ട് കറുത്ത പെണ്ണെ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കുതിച്ചെ എന്ന് പറയുന്ന ദേവരാജ മാസ്റ്റർ വയലാർ കോമ്പിനേഷൻ പാട്ടും ഇതേപോലെ തന്നെ ഫോക്കിൽ നിന്നാണ് ഉണ്ടായെന്ന് പറഞ്ഞു. ശരിക്കും സാറിൻ്റെ പാട്ട് തിരുനെല്ലിക്കാട് പൂത്തു തിന തിന്നാൻ കിളിയിറങ്ങി കിളിയാട്ടും പെണ്ണെ തിരുകാവിൽ പോവാം കരിവളയും ചാന്തും വാങ്ങി തിരികെ ഞാൻ കുടിയിലാക്കാം എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ, അതും ഈ ഫോക്കിൻ്റെ ടച്ച് പിടിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 3 പാട്ടുകളും തമ്മിൽ ഷിബു ചക്രവർത്തിക്ക് ഒരുപാട് ബന്ധമുണ്ട് ശരിക്കും. അത് പക്ഷേ ബന്ധമുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി കറുത്ത പെണ്ണ ഇന്ന് അറിയപ്പെടുന്നത് ഗിരീഷിന്റെ പാട്ടായിട്ടാണ്. അതെ. ഇതിന്റെ രസം എന്ന് പറഞ്ഞാല് രഞ്ജിനി കാസറ്റ് ഉണ്ടായ കാലത്ത് ഈ 2 റൂമില്, ഒന്ന് ഈ റൂം, പിന്നെ മേലെ എന്റെ ബെഡ്റൂം ഉണ്ട്. ഈ ബേണി, ഇഗ്നേഷ്യസ്, ഉസ്മാൻ, രഞ്ജിനി കാസറ്റിന്റെ ഉടമസ്ഥൻ ഉസ്മാൻ, ഇവര് കമ്പോസിങ്ങിന് കംപ്ലീറ്റ് വരുന്ന ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ അമ്മ സ്കൂളിൽ പോവും, പിള്ളേരെല്ലാം പഠിക്കാൻ പോകും, അങ്ങനെ അങ്ങനെ ഇതൊക്കെ ആയിട്ട് ഞാൻ മിക്കവാറും ഒറ്റക്ക് തന്നെ ആയിരിക്കും, ഇപ്പോഴത്തെ പോലെയൊക്കെ തന്നെ. അതുകൊണ്ടിട്ട് ഇവർക്കിവിടെ സർവ്വ സ്വാതന്ത്ര്യത്തോടു കൂടി തലകുത്തി മറിയാമായിരുന്നു. പലപ്പോഴും എൻ്റെ ബെഡിലാണ് ചാരിക്കിടപ്പും ബാക്കി കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഈ കമ്പോസിങ്ങും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ പർപ്പസിനോ ഇതിനു വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത്. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാവരും കൂടി കൂടും, എന്തെങ്കിലും പാട്ടുകൾ ഉണ്ടാക്കും, അത് അവിടെ ഇട്ടേക്കും. ഒരു ഓണമോ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ഒരു കാസറ്റ് ഇറക്കേണ്ടി വരുമ്പോൾ അന്ന് നമ്മൾ അങ്ങനെ ഒരു പാട്ടുണ്ടാക്കിയില്ലേ, അന്ന് ഇവിടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പാട്ടുണ്ടാക്കിയില്ലേ, നമ്മള് ആലുവപ്പുഴയുടെ മുകളിൽ കൂടെ പോകുമ്പോൾ അന്നൊരു പാട്ടുണ്ടാക്കിയില്ലേ, കോഴിക്കോട് ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ നമ്മൾ പാട്ടുണ്ടായി. ഇത് മുഴുവൻ ഈ പാട്ടിന്റെ നൊട്ടേഷൻ എഴുതി വെച്ചിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇത് അപ്പോൾ ഉണ്ടാക്കുമ്പോൾ മറന്നു പോവാതിരിക്കാൻ ഞാൻ എഴുതിയിട്ടിട്ടുള്ള ലിറിക്സ് ആയിരുന്നു അന്നുള്ള ഏക മാനദണ്ഡം. ഞാൻ ലിറിക്സ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മറക്കില്ല. അപ്പൊ അങ്ങനെ ഇവിടെ ഏതോ ഒരു ഓണപ്പാട്ടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചർച്ചയും ബാക്കി കാര്യങ്ങളും ഒക്കെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവരെടുത്ത് ഈ നിങ്ങൾ പറഞ്ഞ ദേവരായ മാസ്റ്റർ കാര്യം പറഞ്ഞു. അപ്പൊ ഞാനിത് കറുത്ത പെണ്ണെ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു കാട് വെട്ടി പദം വരുത്തി തിന തിന്നാൻ കിളിയിറങ്ങി കിളിയാട്ടാൻ അവളിറങ്ങി അവളുടെ വളകിലുങ്ങി. ഇതാണ് ഫോക്ക്. അവിടെ ദേവരായ മാസ്റ്റർ ഇതങ്ങനെ പാട്ടില്ലേ, കറുത്ത പെണ്ണേ ഇതാടോ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഇവന്മാരെ ഇട്ട് ഇളക്കിയതാണ് ഇളക്കിയതാണ് ഞാൻ പറഞ്ഞു കറുത്ത പെണ്ണെ കരിങ്കൊഴി. ഇങ്ങനെയുള്ള ഒരു ഫോക്കി ഇന്ന് ദേവരായ മാസം അതിന്മേലേക്ക് ഒന്ന് തൊട്ടപ്പോഴ് ഒരു കിളി ഇങ്ങനെയൊക്കെ മറന്നുപോയി, കിടുപാട്ടായി മാറി. ആ എന്തൊരു പാട്ടാണ്. ഞാൻ പറഞ്ഞു മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഇവരിട്ടൊന്ന് ഇളക്കിയതാണ്. അപ്പൊ ഞാൻ ഈ ബുക്ക് നോക്കിയിട്ടാണ് ഈ പാട്ട് പറയുന്നത്. ഇഗ്നേഷ്യസോ മറ്റോ അടുത്ത പേജ് ഇതാക്കി കഴിഞ്ഞപ്പോൾ ഈ കറുത്ത പെണ്ണ കിടക്കുന്നു. ഇഗ്നേഷ്യസ് എടുത്ത് ഈ പേജ് തിരിക്കുമ്പോഴാണ് ഈ കറുത്ത പെണ്ണ് നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട് വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. ഇത് നമുക്ക് ഓണത്തിന് ഉപയോഗിക്കാമോ?
ഞാൻ പറഞ്ഞു ഉപയോഗിക്കാം, പക്ഷെ ദേവരാമാശ്രീ ഏതുപോലെ സാധനം പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് ഇവർ ചെയ്തതാണ് വരുത്തപ്പെട്ടേൻ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. പക്ഷെ അന്ന് ഓണത്തിന് വേണ്ടിയിട്ട് എഴുതിയത് കിഴക്ക് വേലി പടർപ്പിനുള്ളിൽ ഒടിച്ചു കുത്തിപ്പൂ ഒളിച്ചിരിപ്പുണ്ട്. ഓ അങ്ങനെയായിരുന്നു. ഓണമാണല്ലോ സബ്ജക്റ്റ്. കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി, കിഴക്ക് വേലി പടർപ്പിനുള്ളിൽ ഒരു ഒടിച്ചു കുത്തിപ്പൂ ഒളിച്ചിരിപ്പുണ്ടേ. അതാണ് അന്ന് ഓണത്തിന് വേണ്ടി എഴുതിയത്. ഈ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് പ്രിയൻ, കാരണം MG ശ്രീകുമാറാണ് പാടിയിരുന്നത്, അതുകൊണ്ട് പ്രിയൻ അത് കേട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ബേണിയൊക്കെ ആ പടം കൊടുത്തത് തന്നെ. അവർക്ക് ആ സിനിമ കിട്ടുന്നത് തന്നെ ഈ പാട്ട് കാരണമാണ്. ആ പടത്തിലെ മറ്റൊരു പാട്ടുണ്ടായിരുന്നു, ആ പാട്ടാണ് കള്ളിപ്പൂങ്കുയിലായിട്ട് മാറി. അത് കാതിൽ പൂവിന്റെ നീലക്കല്ലിനും നാണം നീ ചൂടും നേരത്ത്, അതായിരുന്നു കള്ളിപ്പൂങ്കുയിലായിട്ട് അവർ കൺവേർട്ട് ചെയ്തെടുത്തത്. എൻ്റെ ഒറിജിനൽ ഇതെന്ന് പറഞ്ഞാൽ കാതിൽ പൂവിൻ്റെ നീലക്കല്ലിനും നാണം നീ ചൂടും നേരത്ത്. അതായിരുന്നു. അതൊരു രസമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ സാറിൻ്റെ ഒരു പാട്ട് ശരിക്കും ഗിരീഷ് ഏട്ടൻ്റെ പേരിൽ അറിയപ്പെടുന്നത് 14-ാം രാവിന്റെ പിറ പോലെ വന്നല്ലോ മുല്ലപ്പന്തൽ ആ പാട്ടില്ലേ, ഷാർജ എന്ന് പറയുന്ന സിനിമയിലെ ആ പാട്ട് ഗിരീഷിന്റെ പേരിലാണ് അറിയപ്പെടുന്നതും യൂട്യൂബ് തുടങ്ങിയ എല്ലാത്തിലും കിടക്കുന്നതും. അതേ അർത്ഥത്തില് ഞാൻ എഴുതിയ പാട്ടാണ്. അത് മലയാള സിനിമയിൽ ഇതിനു മുൻപൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം വെച്ചാല് പ്രിയന്റെ പടത്തില് തമ്പി സാർ എഴുതിയ പാട്ട് എന്റെ പേരിൽ വന്നിട്ടുണ്ട്. അതിന്റെ പേരില് തമ്പി സാറ് പ്രിയനുമായിട്ട് സംസാരമൊക്കെ ഉണ്ടായതാണ്. പക്ഷെ അപ്പോഴേക്കും റിലീസ് കഴിയുകയോ എന്തൊക്കെ ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം വെച്ചാല് പ്രിയന്റെ സ്ഥിരം പാട്ടുകൾ ഞാൻ എഴുതിയിരുന്നത് കൊണ്ടിട്ട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് നാച്ചുറലി ഞാനായിരിക്കും എന്നുള്ള ഇതില്, പക്ഷെ എനിക്ക് ആ പടം എഴുതാനായിട്ട് ചെല്ലാൻ പറ്റിയില്ല. ഞാൻ അന്ന് ജോർജ് സാറിന്റെ ഒക്കെ കൂടെ ഇങ്ങനെ നടക്കുന്നു കൊണ്ടിട്ട് പലപ്പോഴും ഈ കമ്പോസിങ് അല്ലെങ്കിൽ മറ്റൊരു പ്രൊഡക്ഷന്റെ ഇതിലേക്കൊക്കെ ഒന്നും എനിക്ക് എളുപ്പം പോകാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അങ്ങനെ അത് മിസ് ചെയ്തു. അവര് തമ്പി സാറിനെ വിളിച്ച് എഴുതിക്കുന്നു. പക്ഷെ പതിവായിട്ടുള്ള കാർഡ് പടത്തിന്റെ ഇത് ചെയ്തപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഞാനായിരിക്കും എന്നുള്ളത്. കാരണം കമ്പോസിങ്ങിന് ഒരിക്കലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വരുന്നില്ല. അവരെന്റെ പേര് കയറ്റി വിട്ടു. അങ്ങനെ തമ്പി സാറിന്റെ എഴുത്തിന് എന്റെ പേരിട്ട് ഒരു മാനക്കേട് വരുത്തിയിട്ടുണ്ട്. ഇത് തന്നെ ഗിരീഷിന്റെ ഇതിന്റെ അകത്ത് എന്റെ പേരും വന്നിട്ടുണ്ട്. അതാണ് മിന്നാരത്തില് പാട്ട് എഴുതാൻ സാർ പോയി, പക്ഷെ പാട്ട് എഴുതിയില്ല. ഇല്ല, പാട്ട് എഴുതാൻ എനിക്ക് പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. കാരണം സൈന്യത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയമായിരുന്നു. അപ്പൊ സൈന്യത്തിന്റെ ദിവസങ്ങളായിട്ടുള്ള ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എന്റെ തല പോലും നേരെ നിൽക്കുന്നില്ല. പിന്നെ പ്രിയൻ വിളിക്കുമ്പോ ചെല്ലാതിരിക്കാൻ നിവർത്തിയില്ല. ചെന്നിട്ട് എനിക്ക് ട്യൂണൊന്നും എന്റെ തലയിൽ കയറുന്നില്ല. അപ്പൊ പ്രിയൻ കറക്റ്റായിട്ട് എനിക്ക് വേണ്ടി ഒരു ഫോക്ക് ടച്ചുള്ള ഒരു ട്യൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നണ്ടേ, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണ്ടേ. സാധനം ഞാൻ സുല്ലു പറഞ്ഞു. അങ്ങനെ അത് ഗിരീഷ് തന്നെ എഴുതിയത്. പക്ഷെ എന്റെ ക്രെഡിറ്റ് ഈ രണ്ടുപേരും ക്രെഡിറ്റ് കയറി തോന്നുന്നു. അപ്പൊ ഇത് മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗിരീഷിന് ഇപ്പൊ എന്റെ പാട്ടിന്റെ ഒരു ക്രെഡിറ്റിന്റെ ആവശ്യമില്ല. കാരണം മലയാളത്തില് ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു റൈറ്ററാണ് ഗിരീഷ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുമായിരുന്നു. അവൻ്റെ ഒരു വെർസറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ പല ജോണർ എഴുതാനുള്ള കഴിവ് ഗിരീഷിന്റെ അത്രയും ഏതെങ്കിലും ഒരു റൈറ്റർക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരേ സമയം അടിപൊളി എഴുതാൻ പറ്റും, കോമഡി എഴുതണോ, എന്ത് വേണം. അതായത് ശംഭോ ശിവശംഭോ എഴുതും, പിന്നെയും പിന്നെയും എഴുതും. അപ്പൊ ഏത് പാറ്റേൺ എഴുതണമെങ്കിലും കേപ്പബിൾ ആയിരുന്നു ഗിരീഷ്. ഈ ഷാർജ ടു ഷാർജ എങ്ങനെയായിരുന്നു? ഷാർജ ടു ഷാർജ അന്ന് ഈ രണ്ട് റൈറ്റേഴ്സ് ഒക്കെ ഒന്നിൽ കൂടുതൽ റൈറ്റേഴ്സ് ഒരു പടത്തിൽ എഴുതുന്ന പതിവില്ല. അപ്പോൾ AK സാജനും
AK സന്തോഷുമാണ് അതിൻ്റെ റൈറ്റർ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. അപ്പോൾ അവർ നിശ്ചയിച്ചു മെലഡി ഗിരീഷ് എഴുതട്ടെ, ഇതിൽ അടിപൊളി ഷിബു എഴുതട്ടെ. അങ്ങനെ ആലുവ പാലസിൽ ഞാൻ ചെല്ലുന്നു. അപ്പോൾ ഗിരീഷിന് ചെറിയ വിഷമം ഉണ്ടായിരുന്നു, കാരണം ഗിരീഷ് എല്ലാത്തരം പാട്ട് എഴുതുന്നതാണ്. അപ്പൊ എന്തിനാണ് വേറെ റൈറ്റർ എന്നുള്ള ഒരു ചെറിയ ഫീലിംഗ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഞാനിതൊന്നും അറിയുന്നില്ല. ഞാൻ അവിടെ ചെല്ലുന്നു, എനിക്ക് ഞാൻ പൊതുവെ മറ്റുള്ള കാര്യങ്ങളിലൊന്നും അധികം ഇടപെടാറില്ല. ഞാൻ അവിടെ ചെല്ലുന്നു, എനിക്ക് മോഹൻ സിതാര ട്യൂൺ പാടിത്തരുന്നു. അപ്പൊ തന്നെ അവിടെ ഇരുന്ന് എഴുതി കൊടുത്ത് ഞാൻ പോരുന്നു. അപ്പൊ ഞാൻ പോന്ന് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്കെപ്പോഴും ഏതെങ്കിലും ഒരു പണി തുടക്കകാലം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ ലേഔട്ട് ആർട്ടിസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിന്റെ അസിസ്റ്റിംഗ് ആണ്, അല്ല അത് കഴിഞ്ഞപ്പോൾ ചാനൽ ഹെഡാണ്. ഇങ്ങനെ എന്നും പാട്ടെഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോയി ചെയ്യുന്ന ഒരു പണി മാത്രമായിരുന്നു. അതുകൊണ്ടിട്ട് ഞാനിത് എഴുതി കൊടുത്ത് പോകുന്നു. ഈവൻ റെമുനറേഷൻ പോലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ ആലപ്പുഴയിൽ നിന്ന് ഇവർ വിളിക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് 2 ദിവസമായിട്ട് വിളി വരുന്നുണ്ട്. സാജൻ വിളിക്കുന്നു, AK സാജൻ വിളിക്കുന്നു, സന്തോഷ് വിളിക്കുന്നു, പ്രൊഡ്യൂസർ വിളിക്കുന്നു. അവിടെ ഈ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു ഗോഡൗണിലാണ് അതിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ഈ ഗോഡൗണിന്റെ അകത്ത് ഇത്രയും ഡാൻസേഴ്സിനെ വെച്ച് ജയറാം ലീഡ് ചെയ്യുന്ന തരത്തില് ഈ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഗോഡൗണിന് പുറത്ത് നാട്ടുകാർ ഡാൻസ് ചെയ്യുന്നു. ഇത് കണ്ടിട്ട് ഇവരെല്ലാം ഭയങ്കര ത്രില്ലായി. അങ്ങനെയാണ് പ്രൊഡ്യൂസറും അതിന്റെ ഡയറക്ടറും അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു വന്നൊന്ന് കാണ്. അപ്പൊ പ്രൊഡ്യൂസർ വിളിച്ചപ്പോഴേക്ക് ഈ ചാൻസ് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു സംഗതിയൊക്കെ ശരിയാണ്, പാട്ട് എഴുതിന്റെ കാശൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ അയാൾ പറഞ്ഞു അതെല്ലാം റെഡിയാണ്, നിങ്ങൾ വാ എന്നെല്ലാം പറഞ്ഞ് ഞാനങ്ങനെ ആലപ്പുഴ ചെല്ലുന്നു. ആലപ്പുഴ ചെന്നപ്പോഴും ഒരുമാതിരി ഉത്സവം നടക്കുന്ന പോലെയാണ് ഷൂട്ടിങ്. ഒന്നാമത് ഒരുപാട് ഡാൻസേഴ്സ്, ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാർ വേണം. ഒപ്പം തന്നെ ഇതിന്റെ ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ടെങ്കിലും ഗേറ്റിന് പുറത്ത് ആൾക്കാർ ഡാൻസും ബഹളവും, അങ്ങനെ ഒരു പാട്ടിനും കിട്ടാത്ത തരത്തിലുള്ള വേറൊരു ഇത് തരുന്നു. അങ്ങനെ രാത്രി വളരെ സന്തോഷപൂർവ്വം വളരെ സന്തോഷിപ്പിച്ച് പ്രൊഡ്യൂസർ റെമുനറേഷനൊക്കെ തന്ന് എന്നെ അയച്ചു. വന്ദനത്തിലെ പാട്ടുകളിൽ അന്തിപ്പൊൻവട്ടത്തിനകത്ത് തിരിയിട്ട് കൊളുത്തിയ 1000 വിളക്കുകൾ തെളിയുന്നമ്പര നടയിൽ എന്നുള്ളതാണ് സാർ എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ തിരിയിട്ട് കൊളുത്തിയ 1000 വിളക്കുകൾ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് അമ്പലത്തെ ചിന്തിച്ചുകൊണ്ട് തെറ്റായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് സങ്കല്പം എന്ന് പറഞ്ഞു സാർ. ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കലാണ് അതിന്റെ ഭംഗി. കാരണം വെച്ചാല് ഒന്ന് ശ്രദ്ധിച്ച് ഇത് അമ്പലമാണല്ലേ. കാരണം തിരിയിട്ട് കൊളുത്തിയ 1000 വിളക്കുകൾ തെളിയുന്ന എന്ന് പറയുമ്പോൾ ആൾക്കാർ ഉടനെ സ്വയം മനസ്സുകൊണ്ടിട്ട് അമ്പലം പണിതിട്ടുണ്ടാവും. അവിടെയാണ് നമ്മള് ഒന്ന് മാറ്റി കൊടുക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് തൊഴുതു വലം വെച്ചു തുളസി കതിർ ചൂടി എന്ന് പാടുന്നുണ്ട്. അപ്പം അങ്ങനെയും തെറ്റിദ്ധരിക്കാം. കളഭ പണിയുന്നു അപ്പൊ അതിന്റെ ആ ഒരു അതിന്റെ അർത്ഥം ഒന്ന് വിശദമായിട്ട് പറയാം സാർ. ആ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. കാരണം വെച്ചാല് അതിന്റെ കമ്പോസിങ് ടൈമില് അപ്പൊ എനിക്കത് എന്റെ എഴുതുന്ന ഒരു പാറ്റേണിൽ തന്നെയാണ്. അപ്പൊ ഞാൻ ഇഷ്ടത്തോടു കൂടി എഴുതിയത് തന്നെ. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പൊ തിരിയിട്ട് കൊളുത്തിയ 1000 വിളക്കുകൾ തെളിയുന്ന അമ്പലനടയിൽ തൊഴുതു വലം വെച്ച് തുളസിക്കതിർ വെച്ച് കളഭമണിയുന്നു പൂനിലാവ്. അപ്പൊ ആ ഒരു ഇത് കൊണ്ടുവരാൻ പറ്റി. അടുത്ത സ്റ്റെപ്പ് വന്നു കഴിഞ്ഞപ്പോഴ് എനിക്ക് തോന്നി ഇതിന്റെ ഒരു പാറ്റേൺ ഒന്ന് മാറ്റിപ്പിടിക്കണം. അങ്ങനെയാണ് തളിരിട്ട മോഹങ്ങൾ താവക വിരഹത്തിൻ എരിതിയിൽ വീണുരുകി. അപ്പോ ഇത് എഴുതി കഴിഞ്ഞപ്പോഴ് കരളിലെ സ്വപ്നത്തിൻ കളിമൺ കുടിൽ തീർത്ത് കരിമിഴിയാളെ കൊണ്ടുവന്നു. പക്ഷെ ഈ താവക വിരഹം എഴുതിയപ്പോഴേക്കും പ്രിയൻ ചോദിച്ചു താൻ എന്തിനാണോ ഈ പ്രേമഗാനത്തിൽ കൊണ്ടുപോയിട്ട് വിരഹം എഴുതി വെച്ചിരിക്കുന്നത്? കാരണം അവരെ ഏറ്റവും ഞാൻ പ്രിയന്റെ അടുത്ത് പറഞ്ഞു, പ്രിയ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തില് അതിൻ്റെ അകത്തൊരു വല്ലാത്ത വേദനയുണ്ട്. ഞാൻ പ്രണയം അറിഞ്ഞത് ഒരു വല്ലാത്ത വേദന വന്ന് പിന്നെയാണത്
പ്രണയമായിരുന്നു അത് എന്ന് തിരിച്ചറിയുന്നത്. അത് ഞാൻ തിരിച്ചറിഞ്ഞത് ബഷീറിനെ വായിച്ചപ്പോഴാണ്. എൻ്റെ ഉപ്പാപ്പാക്കൊരാളുണ്ടായിരുന്നില്ല, ഇവൾക്ക് ഉമ്മ എൻ്റെ കരളിലൊരു വേദന തോന്നണത്, വേദനയായിട്ടാണ് പ്രണയം വരുന്നത്. അത് മാത്രമല്ല, എന്നെ ഏറ്റവും കൂടുതൽ കൊതിപ്പിച്ചിട്ടുള്ള ഒരു പാട്ടാണ് ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഏഴിലമ്പാലപൂത്തു. ഏകാന്ത സന്ധ്യകളിൽ നിന്നെ ഓർത്ത് ഞാൻ കരഞ്ഞു. അതാണ് പ്രണയം. അല്ലാതെ നിന്നെ ഓർത്ത് ഞാൻ പറന്നു എന്ന് പറയുന്നിടത്തല്ല. എന്നെ കരയിക്കുന്നുണ്ട് പ്രണയം. ആ ഇതാണ് ഞാൻ അവിടെ ആ താവക വിരഹം, ഒരാളെ കാണാതിരിക്കുന്ന രണ്ട് പക്ഷികള് രാത്രി മുഴുവൻ കരയുകയാണ്. ചകോരങ്ങള് രാത്രി മുഴുവൻ കരയുന്നു. കാരണം ഇണയെ കാണുന്നില്ല. കാണാത്ത ഇണയെ ഓർത്ത് രാത്രി മുഴുവൻ കരയുന്നു. തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഈ കാണാത്ത ആ പ്രണയത്തിന്റെ അങ്ങനെ ഒരു ഭാവം ഉണ്ടല്ലോ, അത് തീഷ്ണതയുടെ ഒരു കാര്യമാണ്. തൊട്ടടുത്തുണ്ടായിട്ട് പോലും കാണാൻ പറ്റാതെ, എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാതെ നമ്മൾ എത്ര നൊന്നിട്ടുണ്ടാവും പ്രണയത്തില്. എന്തായാലും ഞാൻ നൊന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ കാലഘട്ടത്തിൽ കൂടെ എല്ലാ മനുഷ്യരും ഒരു കാലത്ത് കടന്നു പോകുന്നുണ്ടാവും പ്രണയത്തിന്റെ ആ ഒരു നൊമ്പരം അനുഭവിച്ചാണ്. ഞാൻ പറഞ്ഞു, പ്രിയ അത് അവിടെ ഇരുന്നോട്ടെ. എനിക്ക് തോന്നുന്നു ആ പാട്ടിനെ ഏറ്റവും മനോഹരമാക്കുന്നത് ആ പോർഷനാണ്. അത് ഇന്ന് നിലനിൽക്കുന്നതും അതിലെ ആ ടച്ചസ് ആണ്, ആ ഇമോഷണൽ ടച്ചസ്. ഒരു കാര്യം കൂടി ഞാൻ അതിന്റെ കൂടുതൽ പറയാം, അതൊരു തമാശയാണ്. അപ്പൊ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത്, അപ്പൊ അന്നത്തെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട്, ഇപ്പൊ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് തമാശന്. അപ്പൊ അന്നത്തെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സുഹൃത്തുക്കളും മറ്റ് റൈറ്റേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും മറ്റ് പ്രൊഡ്യൂസേഴ്സും മദ്രാസിലുള്ള മലയാളി സിനിമാക്കാർ മുഴുവൻ ഒരു റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അവിടെ വരും പാട്ട് കേൾക്കാനൊക്കെ. അങ്ങനെ ഞങ്ങൾ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഞങ്ങള് മ്യൂസിക് അക്കാഡമിയുടെ മുമ്പിൽ അന്ന് അമരാവതി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അമരാവതി രാത്രി കുറച്ച് ലേറ്റ് ആയാലും ഓപ്പൺ ചെയ്തിരിക്കുന്ന, നമുക്ക് ബിയറൊക്കെ കിട്ടും, അങ്ങനെയുള്ളൊരു റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ലോണിലിരുന്ന് ബിയർ കഴിക്കുമ്പോൾ എല്ലാവരും പാട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്ത് നന്നായി പാട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ദാമോദരൻ മാസ്റ്റർ തമാശന് എൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ മാനത്ത മുല്ലത്തറയിൽ, ഈ മാനത്ത് എവിടെയാണല്ലോ മുല്ലത്തറയുള്ളത്? അതവിടെ ഇരുന്നു അവിടെ തറയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ആ പാട്ട് കേൾക്കും. അപ്പൊ അതിനോടൊപ്പം ചോദിക്കാനുള്ള സാറേ, ഇങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തിരിയിട്ട് കൊളുത്തിയ 1000 വിളക്കുകൾ തെളിയും നമ്പരനടയിൽ, അതായത് ആകാശത്ത് നക്ഷത്രങ്ങളെയാണ് സാറ് ആ തിരിയിട്ട് കൊളുത്തിയ 1000 വിളക്കുകളായിട്ട് സങ്കല്പിച്ചത്. അത് കഴിഞ്ഞിട്ട് തൊഴുതുവലം വെച്ച് തുളസി കതിർ ചൂടി കളഭമണിയുന്നു പൂനിലാവ്. അപ്പൊ പൂനിലാവിൻ എങ്ങനെയാണ് കളഭമണിയുന്നത്, ഇല്ലെങ്കിൽ എങ്ങനെയാ സങ്കല്പിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു അർത്ഥം നോക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാല് അവിടെ ഒരു പേഴ്സോണിഫിക്കേഷനോ അങ്ങനെ കളപ്പ് ഇങ്ങനെ നെറ്റിക്കാണിയെന്നോ അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല. അതുണ്ടാക്കുന്ന ഒരു ടോട്ടൽ പിക്ചറുണ്ട്. അത് ചിലപ്പോൾ ശിഥിലമായിട്ടുള്ള ഒരു പിക്ചർ ആയിരിക്കാം. അത് നിങ്ങളിലൊരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ മറ്റേത് നക്ഷത്രങ്ങളാണോ അങ്ങനെ ഇതില്ല, ആവശ്യമില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, അതിന് ആദ്യം അത് അട്രാക്ട് ചെയ്യുന്ന ശബ്ദങ്ങളാണോ, ആ ശബ്ദങ്ങൾക്ക് അർത്ഥമുണ്ടോ, ആ അർത്ഥം നിങ്ങൾക്ക് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണത്. ആർക്ക് ഞാനിതൊന്നും ചിലപ്പോ ഒന്നും സങ്കല്പിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ചിലപ്പോ അടുത്ത വീട്ടിലെ പെണ്ണെ പറ്റിയായിട്ടായി ആലോചിച്ചിട്ടായിരിക്കും പറഞ്ഞു എഴുതിയേക്കുന്നത്. നിങ്ങളത് ആകാശത്തിലുള്ള ചന്ദ്രനെ ഉദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ വെണ്ണിലാവിനെ ഉദ്ദേശിച്ചിട്ടോ തിങ്കളിനെ ഉദ്ദേശിച്ചിട്ടാണെന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. അത് ഞാൻ പറഞ്ഞത്, ഇത് എഴുതി കഴിയുന്നത് അത് ഏത് സോഴ്സിൽ നിന്ന് നമ്മൾ എഴുതുന്നു എന്നുള്ളതല്ല. ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കുന്നവരെയാണ് ഈ പാട്ട്. അവർക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം. അതാ ഞാൻ പറഞ്ഞത്, ആ പാട്ട് നന്നായതിൻ്റെയോ അതിൻ്റെ ഒരു ക്രെഡിറ്റും എനിക്ക് ആവശ്യമില്ല. അത് ഈ മനുഷ്യരുടെ സ്വപ്നങ്ങളും അവരുടെ സങ്കല്പങ്ങളും കോർത്തിട്ട അവരുടെ പ്രോപ്പർട്ടിയാണത്. തീർച്ചയായിട്ടും
അതിൽ പിന്നെ ഞാൻ പോയി അവിടെ അവകാശവാദം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം കൂടെ അതിനകത്തുള്ളത് സാറേ, കവിളിനയിൽ കുങ്കുമമോ ആ പാട്ടിനകത്ത് നിന്റെ ചൊടിയിൽ വീരിയും മലരിനളികൾ, അളികൾ വണ്ടുകളാണ്, മധുനുകരും എന്നാണ്. അപ്പം നിന്റെ ചൊടിയിൽ വിരിയുന്ന മലരിൽ അളികൾ മധുനുകരും, അങ്ങനെയാണ് വായിക്കേണ്ടത്. ഓ, മലരില് അളികള് വണ്ടുകൾ വന്നിട്ട് മധുനുകരും. ഓ, അതേപോലെ ഔസേപ്പച്ച സാറുമായിട്ട് പിന്നെ ഉള്ളത് കണ്ടാ ചിരിക്കാത്ത കാക്കറമ്പിയെ കണ്ടാലറിയാമോ കാട്ടുപോവേ, കരൾ കണ്ടുവെന്നറിയാമോ കാട്ടുപോവേ. അതിനകത്ത് ചരത്തു വന്നങ്ങാൻ കെട്ടിപ്പിടിച്ചാലോ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അവിടെ വന്നാൽ ഇത് കെട്ടിപ്പിടിച്ചാലോ എന്ന് സംശയിക്കുകയാണ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മ്യൂസിക്കിനെ കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. സാറിൻ്റെ മ്യൂസിക് കറക്റ്റായിട്ട് വരുന്നത് ചരത്തു വന്നങ്ങാൻ കെട്ടിപ്പിടിച്ചാലോ ടണ്ടൻ ടണ്ടൻ ടൻ, ഭയങ്കര രസമായിട്ട് സാധനം വരുന്നുണ്ട്. ഈ അതേപോലെ തന്നെയാണ് ഈ തിരുനെല്ലിക്കാട് പൂത്തു തിനതിന്നാൻ കിളിയിറങ്ങി, കിളിയാട്ടും പെണ്ണെ തിരുകാവിൽ പോവാം, കരിവളയും ചാന്തും വാങ്ങി തിരിയെ ഞാൻ കുടിയിലാക്കാം. മറുപടി പറയുന്നിടത്ത് കരിവളയും ചാന്തും വേണ്ട, കണ്ണെഴുതാൻ കരിമഷി വേണ്ട, കതിരാടും പാടം കാക്കാൻ കുടിയിൽ നീ വേണം, കതിരെല്ലാം കൊയ്യും വരെയും കരളിത്തീയാണ് എന്ന് അവൾ പാടുന്നുണ്ട്. തിരിച്ചു പറയുന്ന സമയത്തും സാറിൻ്റെ മ്യൂസിക് വരുന്നുണ്ട്. പറയാനുള്ള കാര്യം എന്താണെന്നറിയാം ടൻ ടൻ ടൈം ടൻ ടൻ ടൻ, അത് വരുന്നുണ്ട് മ്യൂസിക്. മ്യൂസിക്കിൻ്റെ പ്രത്യേകതയ്ക്ക് അപ്പുറത്തേക്ക് ആ ലിറിക്സിലൊരു ഫെമിനിസം ഉണ്ട്. കാരണം ഈ കതിരാടും പാടം കൊയ്യുന്ന പുരുഷൻ്റെ ഉത്തരവാദിത്വമായിട്ട് നമ്മൾ കരുതിയിരുന്നൊരു കാര്യം പെണ്ണിൻ്റെയും ഉത്തരവാദിത്വമാണ്. ഞാനും അതിനെ പറ്റിയിട്ടുള്ള ആധിയിലാണ്. അല്ലാതെ നീ ഈ കരിവളയും കരിമഷിയൊന്നും എനിക്ക് വാങ്ങിത്തരേണ്ട കാര്യമില്ല. കാരണം അതല്ല എന്നെ സ്വാധീനിക്കാൻ വേണ്ടത്. ഇപ്പം നിൻ്റെ ഒപ്പം കൂടെ നിൽക്കുന്ന ഒരു ആണരത്തിൻ്റെ കരുത്തിനൊപ്പം ആ കരുത്ത് എനിക്ക് വേണം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പാടം കൊയ്യാൻ വേണ്ടിയിട്ട് നിൻ്റെ കരുത്ത് എനിക്ക് വേണം, അല്ലാതെ എന്നെ ആക്രമിക്കാനല്ല എന്ന് പറയുന്ന ഒരു ഫെമിനിസ്റ്റിക് ചിന്തയുണ്ട്. അത് എഴുതുന്ന സമയത്ത് ഒരു സ്ത്രീ വീക്ഷണത്തോടു കൂടി അല്ലെങ്കിൽ ഒരു സ്ത്രീപക്ഷ ചിന്ത എന്നുള്ള അർത്ഥത്തിലാണോ സാർ എഴുതിയത്? അതേ ഒരു കോമൺ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷൻ മാത്രം കാണുകയായിരുന്നു? രണ്ട് പാട്ടാണ് ഇപ്പോൾ രജനീഷ് എൻ്റെ അടുത്ത് ചോദിച്ചത്. രണ്ട് സിനിമയിലെ രണ്ട് ആറ്റിറ്റ്യൂഡുള്ള പാട്ടുകളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള പ്രണയമാണ്. മുത്തശ്ശിക്കഥ എന്ന് പറയുന്ന ഇതിൻ്റെ അകത്ത് രണ്ട് ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികളുടെ വിനീതും നിരോഷ എന്ന് പറയുന്ന രണ്ടു പേരുടെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള അവിടെ ഒരു പെൺകുട്ടിയുടെ ഒരു ആ പേടിയുണ്ടല്ലോ, നീ എന്നെ കെട്ടിപ്പിടിക്കാൻ അങ്ങനെ ചെയ്തെങ്കിലോ എന്ന് പറയുന്ന അത്രമാത്രം നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രണയത്തിന്റെ തുടക്കം തുടങ്ങി അവസാനം വരെയും അത് നിറച്ചു വെച്ചിരിക്കുന്നതാണ്. അതാണ് കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാൽ അറിയാമോ കാട്ടുപോയി, കരൾ കണ്ടൊന്നറിയാമോ കാട്ടുപോയി. പക്ഷേ ദിനരാത്രങ്ങളുടെ പാട്ടിലേക്ക് വരുമ്പോൾ ആറ്റിറ്റ്യൂഡ് വേറെയാണ്. എനിക്ക് തോന്നുന്നു ഡെന്നീസ് എഴുതിയേക്കുന്ന ഡെന്നീസിനും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് ആയിരുന്നു ദിനരാത്രങ്ങൾ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ആ കോമ്പിനേഷനിൽ വന്ന ഏറ്റവും നല്ല പടങ്ങളിൽ ഒന്നായിരുന്നു ദിനരാത്രങ്ങൾ. കൊമേഴ്ഷ്യലി അത് ഓഡിയോ ഇല്ല എന്നൊക്കെയുള്ള വേറെ കാര്യം. പക്ഷെ അതിൽ പറഞ്ഞിരുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന രാഷ്ട്രീയം ഒരുപാട് ചർച്ച ചെയ്യുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ തമാശ കളിക്ക് നിന്നിട്ടില്ല. അതിലൊരു പാട്ട് വേണം, പക്ഷെ ആ പാട്ടില് തിരുനെല്ലിക്കാട് പൂത്തു എന്നൊക്കെ പറയുന്ന ഒരു ഗ്രാമീണ ആ പാട്ട് നമ്മൾ എടുക്കുമ്പോൾ തന്നെ അവിടെ നമ്മളത് ബ്രേക്ക് ചെയ്ത് പഴയ കാലത്തുള്ള പാട്ടില് കറുത്ത പെണ്ണെ കരിങ്കൊഴിലി നിനക്കൊരുത്തൻ കിഴക്കുതിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പെണ്ണിന് ഒരുത്തൻ കിഴക്കുതിക്കണം എന്നൊക്കെ പറയുന്ന ആ കോൺസെപ്റ്റ് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അതല്ല പെണ്ണ് എന്ന് കൃത്യമായിട്ട് പറയുന്ന അതിന്റെ സബ്ജക്റ്റ് അത് ആവശ്യപ്പെടുന്നതാണ്. അതിലുള്ള സുമലതയുടെ ക്യാരക്ടർ വെരി സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. മമ്മൂട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതും ഒക്കെ ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അവിടെ മുഴുവൻ നമ്മളുടെ എഴുത്ത് കുറച്ച് പൈങ്കിളിൽ നിന്ന് മാറ്റി തന്നെയാണ് എഴുതിയേക്കുന്നത്. അത് ആവശ്യപ്പെടുന്നതാണ് ആ പടം. നമ്മുടെ അടുത്ത് ഇപ്പോ അടിപൊളി എഴുതാൻ പറഞ്ഞാൽ അടിപൊളി എഴുതും. പക്ഷെ ആ പടം ആവശ്യപ്പെടുന്നത് കുറച്ചും കൂടി സീരിയസ് ആറ്റിറ്റ്യൂഡാണ്. കുറെ കൂടി സീരിയസ് വേണമായിരുന്നെങ്കിൽ ഞാൻ മാറി നിന്നിട്ട് കുറെ കൂടി നല്ല റൈറ്ററെ കൊണ്ട് എഴുതിച്ചേനെ. അതും എന്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എങ്കിലും അത് ബോധപൂർവം തന്നെ എഴുതിയതാണ്.
കരിവളയം ചാന്ത് വാങ്ങി കുടിയിലാക്കാൻ, അതൊന്നും വേണ്ട, നീ കാര്യങ്ങൾ ചെയ്ത് എന്ന് പറയുന്ന ഈക്വൽ സ്ട്രെങ്ത് ഉള്ളൊരു പെണ്ണിനെ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ട് അത് ആ കർഷക ഇതിൻ്റെ അകത്ത്. കാരണം എന്താ, എനിക്കറിയാവുന്ന ഒരുപാട് സ്ത്രീ, പ്രത്യേകിച്ച് ഞാൻ കൈരളിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു സ്യൂപ്പർ പോലും, അവിടെ നിലടിക്കാൻ വേണ്ടി വരുന്ന സ്ത്രീകൾ പോലും എത്ര മനോഹരമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ചുളിഞ്ഞു നിൽക്കുന്ന പെണ്ണുങ്ങളൊന്നും അല്ല. അവരും സ്വീപ്പറായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലിയായിരിക്കാം ചെയ്യുന്നത്. പക്ഷെ അവരുടെ എന്തൊരു പ്രൗഡാണ് അവരൊക്കെ, അവരുടെ സംസാരത്തിലുള്ള സ്ട്രെങ്ത്, നമ്മളെ കൊതിപ്പിക്കുന്ന സ്ട്രെങ്ത് ആണ് അവർക്ക്. ആ സ്ട്രെങ്ത്, ഞാനിപ്പോ ലതിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയുണ്ട്. അവര് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് എനിക്ക് രോമം എഴുന്നേറ്റുണ്ട്. അവര് തിരുവനന്തപുരത്ത് ഇതേപോലെ ലോക്കൽ ഇലക്ഷന് അവര് പ്രസംഗിക്കുന്നതൊക്കെ അത്ഭുതത്തോടു കൂടി. പലപ്പോഴും കൈരളിയിലുള്ള ഏത് സ്റ്റാഫും ഞങ്ങളെക്കാൾ നന്നായിട്ടൊക്കെ മൈക്കില് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ കേപ്പബിൾ ആയിരുന്നു എന്നുള്ളത് കൈരളി അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാറിൻ്റെ പാട്ടാണ്. അതിനകത്ത് കരിവളയും ചാന്തും വേണ്ട, കണ്ണെഴുതാൻ കരിമഷി വേണ്ട, കതിരാടും പാടം കാക്കാൻ കുടിയിൽ നീ വേണം, കതിരെല്ലാം കൊയ്യും വരെയും കരൽ തീയാണേ. അതേ അർത്ഥത്തിലുള്ള തീ ഞാനും കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, പക്ഷെ നീ ആണൊരുത്തൻ്റെ കരുത്ത് എനിക്ക് വേണം. കാരണം പാടം കൊയ്യുന്നത് വരെ നിന്നെ ആവശ്യമാണെങ്കിൽ നീ പറയാൻ പോകുന്ന കാര്യം നിനക്ക് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. അതൊക്കെ അവിടെ വെക്ക്. നിന്റെ കൺമഷീൻ ചാന്ത് കൊണ്ടോട്ടൊന്നും നിങ്ങൾ വരണ്ട. കാരണം പാടത്ത് കാവലിരിക്കുകയാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ പാട്ടുകളിൽ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഏറ്റവും സ്പീഡ് പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് രാവിൽ പൂൻ തേൻ തേടും പൂങ്കാറ്റേ. ഭയങ്കര രസമാണ്. രാവിൽ പൂൻ തേൻ തേടും പൂങ്കാറ്റേ, അടിപ്പാടാൻ നീയും പോരാമോ. അത് ഭയങ്കര രസമുള്ള സാധനമാണ്. അതേപോലെയാണ് വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ. അതിൻ്റെ മുമ്പ് ഒരു സ്വരമുണ്ട്. പാട്ടുകളിൽ പല ഗണത്തിലുള്ള പാട്ടുണ്ട്. അതിൽ സ്പീഡ് പാട്ട് എന്ന് പറയാൻ പറ്റാത്തൊരു പാട്ടാണ്. പക്ഷേ അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ആ സ്വരങ്ങൾ എങ്ങനെയാണ് ഉണ്ടായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഫ്രണ്ടിലുള്ളതെന്ന് വെച്ചാൽ നീസനി നീ പ മഗ മഗ ഗ സനി നീസ മഗ ഓ സംഗീതമേ എന്നൊരു സാധനമുണ്ട്. വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന ഉണ്ണിമേനോൻ പാടിയ പാട്ടാണ്. അസാധ്യമായ പാട്ടാണ്. SP വെങ്കടേഷ് സാറുമായിട്ട് കുറേ പാട്ടുകൾ സാറ് ചെയ്തിട്ടുണ്ട്. വെങ്കടേഷ് സാറിനെ ഓർത്തുകൊണ്ട് ഈ പാട്ടിൻ്റെയും കൂടെ ആ ഒരു സ്വരങ്ങൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് കൂടെ പറയും. അല്ല, എന്താ, വെങ്കടേഷ് നമ്മളുടെ അതിനു മുൻപ് പല പടങ്ങളുടെ റീ റെക്കോർഡിങ് ചെയ്തിരുന്ന വെങ്കടേഷാണ്. അപ്പോൾ വെങ്കടേഷിന്റെ മ്യൂസിക്കിനെ പറ്റിയും പല ഇൻസ്ട്രുമെന്റ് വായിക്കാനുള്ള കഴിവ്, ഇതിലൊക്കെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീ റെക്കോർഡിങ് മാത്രം ചെയ്താൽ മ്യൂസിക് ഡയറക്ടറായിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെടില്ല. അങ്ങനെ ഒരു കാലം കൂടിയായിരുന്നു അത്. അപ്പോൾ വെങ്കടേഷിനൊരു പടം കൊടുക്കണം എന്നുള്ളത് എല്ലാവരും ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് തമ്പിയുടെ പടം വന്നു കഴിഞ്ഞപ്പോൾ വെങ്കടേഷ് അതിന് മ്യൂസിക് ചെയ്യട്ടെ എന്നുള്ളൊരു. അപ്പൊ വെങ്കടേഷിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒട്ടും മലയാളി പശ്ചാത്തലമില്ലാത്തൊരു മനുഷ്യൻ. പിവള്ളി തമിഴനാ. പിന്നീട് വെങ്കടേഷ് ഒരുപാട് മാറി എങ്കിൽ പോലും അപ്പൊ വെങ്കടേഷിന്റെ ആദ്യത്തെ വർക്കാണ്. അപ്പൊ എനിക്ക് എഴുതാൻ വെങ്കടേഷ് തന്നേക്കണ ട്യൂണില് ഇതെല്ലാം ഉണ്ട്, സ്വരമൊക്കെ ഉണ്ട്. അപ്പോ ആ തുടക്കം എനിക്ക് തോന്നുന്നു ഡെന്നീസ് ആ സ്വരം വെച്ചിട്ട് തന്നെ പാട്ട് തുടങ്ങി അതിലേക്ക് കയറാന്ന് എനിക്ക് തോന്നുന്നു ഡെന്നീസ് ആയിരിക്കണം പറഞ്ഞേക്കുന്നത്. പാട്ടിനെ പറ്റി അറിയാനായിട്ട് ഡെന്നീസിനെ വിളിച്ച് ചോദിച്ചാൽ മതി, നമ്മൾ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡെന്നീസ് അത് അർജുനൻ മാസ്റ്റർ ഒരു പ്രേതഗാനം ഉണ്ടായിരുന്നില്ലേ? ഡെന്നീസ് പറയും യെസ് ഓട്ടുവളയെടുക്കാൻ നമ്മൾ അർജുന മാസ്റ്റർ ഡെന്നീസ് കറക്റ്റ് ആയിരിക്കും. ഓട്ടുവളയെടുക്കാൻ മറന്നു, ഓലക്കുട എടുക്കാൻ മറന്നു. ഡെന്നീസ് പറഞ്ഞിട്ടാണ് ഞാൻ ആ പാട്ട് ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ പാട്ടിന്റെ ഒരു എൻസൈക്ലോപീഡിയാണ് ഡെന്നീസ്. അതുകൊണ്ടിട്ട് നമ്മുടെ കമ്പോസിങ്ങില് ഡെന്നീസിന്റെ ഒപ്പീനിയൻ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ട്യൂൺ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും എല്ലാം. അതുകൊണ്ടായിരിക്കാം എൻ്റെ പാട്ടുകള്, ഞാൻ എഴുതിയ പാട്ടുകള്, ഞങ്ങളുടെ സിനിമകളിലെ പാട്ടുകള് വലുതായിട്ട് ചീറ്റിപ്പോയിട്ടില്ല. ഇവിടെ ജോഷി സെറ്റപ്പില് ഡെന്നീസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പുറം പിന്നെ പ്രിയനാണ്.
പ്രിയൻ എപ്പോഴും ഹിറ്റ് പാട്ട് ഏത് ഹിറ്റ് പാട്ട് അതുപോലെ വേണം എന്ന് കൃത്യമായിട്ട് പറയുന്ന ആളാണ്. പാട്ട് സ്ക്രിപ്റ്റ് ഇല്ല, സബ്ജക്റ്റ് ഇല്ലെങ്കിൽ പോലും പാട്ടിന്റെ സിറ്റുവേഷനെ പറ്റി, പാട്ടിനെ പറ്റി കൃത്യമായിട്ട് ധാരണയുള്ള ആളാണ് പ്രിയൻ. അങ്ങനെ രണ്ടുപേരെ കിട്ടിയതാണ്. ഒപ്പം ജോഷി സാറിന്റെ നമ്മുടെ അടുത്തുള്ള അമിത വിശ്വാസം, അവൻ ചെയ്തോളും എന്നുള്ള ആ ഒരു നമുക്ക് തന്നിരുന്ന ഫ്രീഡം, ഇതൊക്കെയാണ് ഈ രണ്ടുപേർക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഹിറ്റുകളുടെ പുറകിലുള്ള കാര്യം അതാണ്. പിന്നെ വിണ്ണില ഗന്ധർവ വീണയെ സംബന്ധിച്ചിടത്തോളം, അതായത് മോഹൻലാലിന്റെ അക്കാലത്തെ സിനിമകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പെർഫോമൻസും ഒരു സൂപ്പർ സ്റ്റാർഡത്തിന്റെ മുമ്പും ഹിറ്റുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു സൂപ്പർ സ്റ്റാർഡത്തിന്റെ പടവ് കയറുന്നത് രാജാവിനോടാണ്. അപ്പോ വിണ്ണില ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഹിമഗിരിതൻ കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലയുദിച്ചു എന്ന് പറയുന്നിടത്ത് രണ്ട് കാര്യമാണ്. ഹിമഗിരിതൻ കൊടുമുടിയിൽ ഒരു ചന്ദ്രക്കലയാണ് വന്നിരിക്കുന്നത്. ശിവന്റെ എന്താ മുടിക്കെട്ടില് ഇരിക്കുന്ന ചന്ദ്രക്കല പോലെ ഒരു പുതിയ നക്ഷത്രം പോലും അല്ല, ചന്ദ്രക്കല ഉദിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതൊരു എന്താ പ്രഡിക്ഷൻ പോലെ സംഭവിച്ചു എന്ന് തോന്നുന്നു. സൂപ്പർ സ്റ്റാർ, അതെ, സൂപ്പർ സ്റ്റാർഡത്തിലേക്കുള്ള ആ ഒരു ഇത് തന്നെ ആ പടത്തോടു കൂടി സംഭവിച്ചു എന്നുള്ള. അതിനു മുമ്പ് പടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർഡം എന്നുള്ള ഇതിലേക്കുള്ള ഒരു കയറ്റം തന്നെയായിരുന്നു അത്. ആ പാട്ടിന്റെ പല്ലവിയില് നമ്മൾ അറിഞ്ഞെഴുതിയതല്ലെങ്കിലും അത് അങ്ങേരുടെ ആ ഒരു നിമിത്തം പോലെ ആ വാക്കുകൾ അവിടെ വന്നു എന്നുള്ള സന്തോഷമുണ്ട്. യഥാർത്ഥത്തില് ഞാൻ എഴുതിയിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്ന് ബാഗി ജീൻസ് ആണ്. ഈ ലിമിറ്റഡ് സ്പേസിൽ നിന്നിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ സാധിക്കും എന്ന് എനിക്ക് അന്ന് അത്രയും പറയാൻ സാധിച്ചല്ലോ എന്നുള്ളതിൽ എനിക്ക് ഇന്നൊരാശ്ചര്യമുണ്ട്.